Hi guys, welcome back to my channel. I hope everyone is doing well. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ട്യൂട്ടോറിയലിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹെയർ കട്ട് യു ഷേപ്പ് ഹെയർ കട്ട് നിങ്ങൾക്ക് സെൽഫായി എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെയർ കട്ട് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹെയർ നല്ലപോലെ വാഷായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റിക്കി ആവൊന്നും പാടില്ല, ഓയിലി ഒന്നും പാടില്ല. അപ്പം നല്ല സ്കാൽപ്പ് ഹെയർ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഹെയർ വാഷ് ചെയ്തൊന്നിരിക്കട്ടെ, ഫുള്ള് ഡ്രൈ ആക്കുന്നില്ല, എന്നിട്ട് ആ വെറ്റ് ഹെയറിലോട് ഹെയർ കട്ട് ചെയ്തോളൂ, നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സെക്കൻഡ് ടൈമാണ് ഹെയർ കട്ടിനെ പറ്റി ഞാൻ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്ട്രൈറ്റ് കട്ടായിരുന്നു, ഇപ്പോൾ ഞാൻ യു ഷേപ്പ്. നമുക്ക് ഒരു സ്ട്രൈറ്റ് കട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ലൈക്സ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കമൻസ് ഒന്നും കണ്ടില്ല ആരുടെയും. പക്ഷേ അപ്പോൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്താൽ അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് എനിക്ക് കമൻസ് ഇടണേ, എന്നാലേ അതെനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാവേ. ഹെയർ കട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിന് വേണ്ടി എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് കട്ടിങ് സിസേഴ്സാണ്. ഷാർപ്പായിരിക്കണം. ഏത് സിസേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഷാർപ്പായിരിക്കണം. ഇതെൻ്റെ സ്പെഷ്യൽ കട്ടിങ് സിസേഴ്സാണ്. പിന്നെ വേണ്ടത് കട്ടിങ് കോം. അതും ഏതായാലും കുഴപ്പമില്ല, സ്പെഷ്യൽ കട്ടിങ് കോമാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് യു ഷേപ്പ് ഹെയർ ചെയ്യണമെങ്കിൽ 4 റബ്ബർ ബാൻഡ് വേണം. ഓക്കെ, 3 ഉണ്ട്. പിന്നെ ഇതൊന്ന് 4 റബ്ബർ ബാൻഡാണ് ഇതിന് വേണ്ടത്. പിന്നെ സ്പ്രേ ബോട്ടിൽ, ഇത്രയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഏത് ഷേപ്പാണെന്ന് കാണിച്ചു തരേ. സ്ട്രൈറ്റ് കട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് യു ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് അറിയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നോക്കിക്കോളൂ. ഇപ്പോൾ എൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഇതുപോലെ ഇപ്പം ഞാൻ കട്ടിങ് ഏപ്രൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കട്ടിങ് ഏപ്രൺ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി. പ്രോപ്പറായിട്ട് നമുക്ക് സെക്യൂർ ആയിരിക്കണം, നമ്മുടെ ഡ്രസ്സൊന്നും ഇതാകാൻ പാടില്ല, അത്ര ഇതിലാണ്. അപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബിഗ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. സെൻറ്റർ പാർട്ടിങ് ഇവിടെ എടുത്തു. അതിനുശേഷം അതേ സ്ട്രൈറ്റ് ഇതിൽ ബാക്കിലോട്ടോ. എന്നിട്ട് ഇതിന് 2 പാർട്ടിഷനാക്കി ഹെയർ. പിന്നെ ഇങ്ങനെ ഒരു സൈഡ് ഇതിന് ഇവിടെ റബ്ബർ ബാൻഡ് ഇടണം. നല്ല ടൈറ്റാക്കി ഇടണേ. ഓക്കെ, അതുപോലെ രണ്ട് സൈഡ്. ചെറുപ്പത്തിലൊക്കെ എത്ര എപ്പോഴും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ സ്കൂളിലെല്ലാം പോകും അല്ലേ. അപ്പോൾ ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് ഇത് രണ്ടിനെയും കൂടി ഇങ്ങനെ ഒന്നിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടാം. നോക്കുള്ളൂ. അതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് ഇതിനെ വെറ്റ് ചെയ്തോളൂ. അപ്പോൾ വെറ്റ് മുടിയാണെങ്കിൽ വാഷ് ചെയ്തതാണെങ്കിൽ അതിനെ അങ്ങനെ വിട്ടോളൂ, അല്ലെങ്കിൽ ഇതിനെ അങ്ങനെ വെറ്റ് ചെയ്യാം. നല്ലപോലെ കോം ചെയ്ത്. പിന്നെ വേണ്ടത് ഇത് രണ്ടിനെയും കൂടി ചേർന്നിട്ട് ഇവിടെ റബ്ബർ ബാൻഡ് ഇടാം. ഇവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് അപ്പോൾ 2 റബ്ബർ ബാൻഡ് ഇട്ടു, 3 ഇട്ടു. പിന്നെ വേണ്ടത് ഇവിടെ നമുക്ക് എത്ര കട്ട് ചെയ്യണോ, ലെങ്ത് 1/2 ഇഞ്ചാണോ 1 ഇഞ്ചാണോ അതിനനുസരിച്ചിട്ട് ഇവിടെ റബ്ബർ ബാൻഡ് ഇടാൻ വേണം. ഞാൻ സ്മോൾ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇടാം. അപ്പോൾ അങ്ങനെ 4 റബ്ബർ ബാൻഡ് ആവശ്യമാണ് ഒരു യു ഷേപ്പ് കട്ടിന്. ഓക്കെ, ഞാനൊരു 1/4 ഇഞ്ച് ഞാൻ കട്ട് ചെയ്യുന്നുള്ളേ, അധികം കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് 1/2 ഇഞ്ച് വേണോ 1 ഇഞ്ച് വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യണം. സ്ട്രെയിറ്റ് വെക്കണേ ഹെഡ്. എന്നിട്ട് ഓക്കെ, അപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട്. ഇനി വേണ്ടത്
നിങ്ങൾ എവിടെ കട്ട് ചെയ്യുമ്പോൾ അത് മേലെ ഹോൾഡ് ചെയ്യണം ഹാൻഡ്സ്. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇതിനിപ്പോൾ സ്ട്രൈറ്റ് കട്ട് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചോപ്പിങ് ചെയ്തോളൂ. ഞാൻ ഒരു സോഫ്റ്റ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞു, കട്ട് ചെയ്തു. അപ്പോൾ ഇനി വേണ്ടത് ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്യണേ. ഇതും എടുക്കുന്നു. ഇനി ചെയ്യേണ്ടത് മിക്കുള്ളത് ഈക്വലായിട്ട് എടുക്കണേ രണ്ട് ഭാഗത്തും. ഇനി ഇതിനെ റബ്ബർ ബാൻഡ് ഇടാനാണ്. മിക്കുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ട് കുറച്ച് മുടി, ആ മുടി രണ്ട് സൈഡിലുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഫ്രണ്ടിലുള്ള മുടി ഇതിന്ന് ഫ്രണ്ടിലുള്ള രണ്ടിൻ്റെ എടുത്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ മുടിനെ നമുക്ക് യു ഷേപ്പല്ലേ വേണ്ട. അപ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്ക് മേലോട്ട് വരുന്നതോട് യു ഷേപ്പ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്താലാണ് അത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. നമുക്ക് യു ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തന്നെ ഈ മുടിനെ നമുക്ക് യു ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ യു എന്നോളൂ. സ്ട്രെയിറ്റ് അല്ലാതെ ഇത്തിരി യു ഷേപ്പിൽ കട്ട് ചെയ്യാം. വെറ്റായിരിക്കണേ, അപ്പം നല്ല പ്രോപ്പറായിട്ട് വരും. ഓക്കെ, ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് ഇത്തിരി ഹാർഡായിരിക്കും. പക്ഷെ ട്രൈ ചെയ്യാം അല്ലേ. ഞാൻ യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിക്കാന്നാണ്. ഓക്കെ, നമുക്ക് ബാക്കിലോട്ടിട്ട് നോക്കാം. ഇവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഷേപ്പ് എങ്ങനെ ഇതാ നോക്കണേ. യു ഷേപ്പ് നോക്കിക്കോളൂ. ഷേപ്പ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. എൻ്റെ ഷേപ്പിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചത് സ്ട്രൈറ്റ് കട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് സ്ട്രൈറ്റ് ആയിരുന്നു. അതിന് ശേഷം യു ഷേപ്പ് ആയിരുന്നു. അതിൻ്റെ ഷേപ്പ് കണ്ടാണ്. അപ്പോൾ നന്നായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഈ ഒരു നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. സെയിം മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാമെന്ന് ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. ഹോപ്പ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു like, share and subscribe. Okay, bye bye.